എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹാനെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരു കേസും ഇവള് ഷിനിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം പറഞ്ഞ് സുപ്പീരിയറും അവളോട് വഴക്ക് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഇടപെടാനായിട്ട് പോകുന്നത്? നിങ്ങൾ കാരണം ആ ലാബിലുണ്ടായിരുന്ന ആനിമൽസ് എല്ലാം ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവര് റിസർച്ചിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആനിമൽസ് ആയിരുന്നു അത്. എന്തൊക്കെ നാശനഷ്ടം നിങ്ങൾ കാരണം ഇവിടെ സംഭവിച്ചെന്ന് അറിയാമോ? അതിനേക്കാളും വലിയൊരു കാര്യമാണ് പ്രതിയെ പിടിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈയിടെയായി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഏറ്റെടുക്കുന്ന കേസുകളൊക്കെ നിങ്ങൾക്ക് എതിരായി തെളിവ് കിട്ടിയാലും അത് നശിപ്പിക്കാതെ കേസും തോൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാവുന്നുണ്ട്. വഴക്കിനൊടുവിൽ ഹാന ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നും റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേട്ട് സുപ്പീരിയറും ഷോക്ക് ആകുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നതെന്ന് നിനക്കറിയാമോ? ഇത് കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അവളും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. സുപ്പീരിയറും ഇവളെ ഞാൻ എന്തുമാത്രം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവളും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവളുടെ കാറിൽ നിന്നും ഒക്കെ തന്നെ ഇവള് ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പേരും ഇളക്കി കളയുന്നുണ്ട്. ഇവിടെ ഷിന്നും രാവിലെ ഉണർന്നു നോക്കുമ്പോ അവിടെ ഒരാൾ നിൽക്കുന്നത് അവന് കാണുന്നുണ്ട്. അവനും അയാളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അയാളും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടേക്ക് വന്നതിന് എന്നോട് ക്ഷമിക്കണം. അതിന് ഷിനും ഒരു പ്രശ്നമല്ല, നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അതില് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാകില്ലല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ആ സമയം അളിയനും അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം ആ മനുഷ്യനും അളിയനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷിനും നിനക്കും ഇയാളെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെന്ന് അവനും വെറുതെ കള്ളം പറയാതെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അടിക്കുന്നുണ്ട്. അയാൾക്കും വേദന എടുക്കുന്നുണ്ട്. ഇവനെ നോക്കുമ്പോഴാണ് അത് പ്രേതമല്ല മനുഷ്യനാണെന്നുള്ള കാര്യം അവന് മനസ്സിലാകുന്നത്. അവനും അയാളോട് സോറി പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അതിന് ഷിനും ഞാൻ നിങ്ങളെ പ്രേതമാണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനയാളും എന്നെ കണ്ട നിങ്ങൾക്ക് പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? ഇയാളും എന്തോ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അയാളും വിഷമത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. അളിയനും നീ ഇതിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഷിനും ഒരു കാര്യം ഓർക്കുന്നുണ്ട്. എനിക്ക് അവരെ കാണാനാകുന്നില്ല, അവരെ കേൾക്കാനും ആകുന്നില്ല, ഞാൻ അവസാനം സ്വതന്ത്രനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനും സന്തോഷിക്കുന്നുണ്ട്. അളിയൻ ഇക്കാര്യം അമ്മയോട് വന്ന് പറയുന്നുണ്ട്. രണ്ടാഴ്ചയായിട്ട് അവന് ആരെയും കാണാനായിട്ട് സാധിക്കുന്നില്ലെന്നാണ് അവനും പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അവൻ മറ്റേതെങ്കിലും ക്ലയൻസിനെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഒരു ഓഫീസും വാൾപേപ്പർ ഒട്ടിച്ച് അവിടേക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയം അവിടെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോ അവനും പ്രേതങ്ങളെ ഓരോരുത്തരെയായിട്ട് ഓർമ്മ വരുന്നുണ്ട്. അവനും ശരിക്കും പ്രേതങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ശേഷം സുപ്പീരിയറും ഹാന് നേരത്തെ പിണങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ, അവളെ വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നോട് നീ ക്ഷമിക്കണം, കേസുകൾക്ക് വേണ്ടി നിന്നെ വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ സീനിയർ എന്നുള്ള നിലയ്ക്ക് നിന്നെയും ഉപദേശിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്, നിനക്ക് വിദേശത്തേക്ക് പോകാം. അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ന്യൂയോർക്കിലാണ്. തിരിച്ചു വരുമ്പോ നിനക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യാം. പക്ഷെ അവൾ അതിനെ സമ്മതിക്കില്ല. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല, എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ, ഇതും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് ഫയൽസും അവന് കൊടുക്കുന്നുണ്ട്. അവന് വല്ലാതെ വിഷമാകുന്നുണ്ട് ഹാന് തിരികെ വരാത്തതില്. നീ എത്ര നാള് പുറത്ത് കറങ്ങി നടക്കുമെന്ന് ഞാൻ നിന്നെ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ച് ഹാൻ എത്ര ശ്രമിച്ചാലും ഓരോ ഓഫീസിലും അവൾക്ക് ജോലി കൊടുക്കരുത്, അക്കാര്യം നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് പറയുന്നുണ്ട്. നിനക്ക് അവസാനം ഒരു ചോയ്സും ഇല്ലാതെ തിരികെ ഇവിടെ തന്നെ വരേണ്ടി വരും. അവളും ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിടത്തും അവൾക്ക് ജോലി കിട്ടുന്നില്ല. അത് അവളുടെ സുപ്പീരിയർ കാരണമാണ്. ഇവിടെ ഷെനിനും കേസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ക്ലയൻസിനെ കിട്ടുക എന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതൽ പരസ്യങ്ങൾ ചെയ്യാമെന്നും ഒക്കെ തന്നെ ഇവരും ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഹാനും ഒരു നോട്ടീസ് കിട്ടുന്നുണ്ട്. ആ ഒരു ലാബിൽ കയറി അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവൾക്കും ഒരുപാട് പണം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവളുടെ അപ്പാർട്ട്മെന്റിന്റെ റെന്റ് ഒക്കെ തന്നെ ഇവൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇവളുടെ കയ്യിലാണെങ്കിൽ പണവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ജോലിയൊന്നും നിലവിലില്ലല്ലോ. ഇവിടെ ഷിനും ക്ലയൻസിനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കോടതിയും കയറി ഇറങ്ങുന്നുണ്ട്. അവനവന്റെ കാർഡ് അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഏതൊരു വക്കീല് ഇവളുടെ കയ്യിൽ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ദേഷ്യം മുഴുവനും തീർക്കുന്നത് ഷിനിന്റെ അടുത്താണ്. ഷിനും അത് കണ്ട് അതിശയിക്കുന്നുണ്ട്. ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സമയം കോടതിയില് ഇവന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വക്കീലാണ്. നീ തിരക്കാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനും കേസൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂട്ടുകാരനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിനക്കൊരു കേസ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് കേസുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാർഡ് ഷിന്നിനും കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഷിന്നിനും സന്തോഷമാവുന്നുണ്ട്. ഇവിടെ അതേ സ്ഥലത്ത് ഹാനും അവളുടെ കാർഡ് അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്കും ക്ലയൻസിനെ ഒന്നും തന്നെ കിട്ടുന്നില്ല. ആ സമയമാണ് അവിടെ ഒരു പോസ്റ്ററുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ അവനും കാണുന്നത്. അവളും അവരോട് പോയി സംസാരിച്ചിട്ട് അവളുടെ കാർഡൊക്കെ കൊടുക്കുന്നത് ഷിന്നും കാണുന്നുണ്ട്. അവളാണെങ്കിൽ ഷിന്നിനെ കണ്ടിട്ട് അറിയില്ല എന്നുള്ള ഭാവത്തിൽ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഹാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളും നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഞാൻ ആ വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്ത് നിന്നും ഓടിപ്പോകുന്നുണ്ട്. ഷിന്നാണെങ്കിൽ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ആ സമയം സുപ്പീരിയറും കോടതിയിലേക്ക് വരുന്നുണ്ട്. ഷിന്നും നിന്റെ കയ്യില് കാർഡ് ഇരിക്കുന്നുണ്ടല്ലോ, സൺഗ്ലാസും ധരിച്ചിട്ടുണ്ട്, എന്ത് പറ്റി നിന്നെ പിരിച്ചുവിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവളും അവനോട് അവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം അവളും തട്ടി വീഴുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഷിൻ അവിടെ നിന്ന് പോയാ മതിയായിരുന്നു. അവനാണെങ്കിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അവളും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എനിക്കിതെല്ലാം
ഇതെല്ലാം സംഭവിച്ചത്? ഞാൻ ജയിക്കേണ്ട കേസായിരുന്നു. അതെല്ലാം നിങ്ങൾ കാരണമാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മേലാൽ എന്റെ പിന്നാലെ വന്ന ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ പോകാൻ ഒരുങ്ങുമ്പോ അവളുടെ ചെരുപ്പും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഷിന്നാണ് അവളെ സഹായിക്കുന്നത്. ചെരുപ്പാണെങ്കിൽ മുഴുവനായി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് ചെരുപ്പ് നന്നാക്കുന്ന ഒരു കടയുണ്ട്. 10 മിനിറ്റ് എടുക്കൂ, നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി, ഞാൻ ശരിയാക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് അവനും പോകുന്നുണ്ട്. ആ സമയമാണ് സുപ്പീരിയർ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത്. ഇവരെന്താ ഒരുമിച്ച് ചെയ്യുന്നതെന്ന് ഇവനും നോക്കുന്നുണ്ട്. അങ്ങനെ ഷിനും ഹാൻഡ് ചെരുപ്പ് നന്നാക്കാനായിട്ട് കൊടുക്കുമ്പോ അങ്ങോട്ടേക്ക് കോടതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയും വരുന്നുണ്ട്. ഇവരോടാണ് ഹാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നിങ്ങൾ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ സംസാരിച്ചത്? നിങ്ങളൊരു വക്കീലിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു അവസരം കൊടുക്കണം. അവൾ നല്ലൊരു ലോയർ ആണ്. അവരൊരു ലോയർ ആയിരുന്നോ? ഈ ഒരു സ്ഥലത്ത് അവളും ഇതിനു മുന്നേ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളിനടുത്ത് ഒരു കാർ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവളും സമരം ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് പണവും തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്നോട് ഇതുവരെ ഇങ്ങനെ ഒരാൾ പെരുമാറിയിട്ടില്ല. ഷിന്നിനും അത് കേൾക്കുമ്പോ വിഷമാകുന്നുണ്ട്. അവനും ചെരുപ്പ് നന്നാക്കിക്കൊണ്ട് വരുന്ന സമയം അവര് പറഞ്ഞ കാര്യങ്ങള് അവൻ ഓർക്കുന്നുണ്ട്. അവര് പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് ഇവനും ഗൂഗിളില് ഒരു കാർ ആക്സിഡന്റിനെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവളും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഈ കോടതിക്ക് മുന്നേ സമരം ചെയ്യുന്നതും അതിന്റെ ഡീറ്റെയിൽസ് അവനും കാണുന്നുണ്ടായിരുന്നു. ഹാനാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവളും വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം ഒരാള് ഇവളെ വിളിക്കുന്നുണ്ട്. നിങ്ങള് വക്കീലല്ലേ, ഞങ്ങൾക്കൊരു കേസ് ഉണ്ട് എന്ന് പറയുമ്പോ അവളും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് അയച്ചിരുന്നാ മതി, ഞാൻ അവിടേക്ക് വരാമെന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ അവളും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ കുറച്ചു പേര് സമരം ചെയ്യുന്നതായിട്ട് ഇവളും കാണുന്നുണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞാണ് അവരും സമരം ചെയ്യുന്നത്. ഇവൾക്ക് വന്നിരിക്കുന്ന കേസും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരും കേസിന്റെ ഡീറ്റെയിൽസ് അവളോട് പറയുമ്പോ അതൊരു തട്ടിപ്പാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ പണം വാങ്ങി അപ്പാർട്ട്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവര് അവരെ പറ്റിച്ചിരിക്കുകയാണ്. ആ ഒരു കേസ് ഏറ്റെടുക്കാനാണ് ഇവരും അവരെ നിർബന്ധിക്കുന്നത്. ആ സമയം ഷിന്നിന് ഒരു കോള് വരുന്നുണ്ട്. അവന്റെ കൂട്ടുകാരനാണ് വിളിക്കുന്നത്. അവന്റെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ആ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അവിടേക്ക് പോകരുത്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഗാങ്സ്റ്റേഴ്സ് ആണ് അത് നോക്കി നടത്തുന്നത്, അത് ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഷിനും ഒരു കാര്യം ഓർക്കുന്നത്. ഹാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവനും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വിളിച്ച് ഹാൻ ഒരു വക്കീലാണെന്നും നിങ്ങളുടെ കേസ് അവൾ ഏറ്റെടുക്കുമെന്നും അവൻ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും അവളെ വിളിച്ച് കേസിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇതേ സമയം തന്നെ സുപ്പീരിയറിനും അവളൊരു കേസ് ഏറ്റെടുത്തു, അതൊരു ഫ്രോഡ് കേസാണ്, അത് അപകടകരമാണ് എന്നൊക്കെ അസിസ്റ്റന്റും സുപ്പീരിയറിനോട് പറയുന്നുണ്ട്. നമുക്ക് അവളെ സഹായിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനും അതിന്റെ ആവശ്യമില്ല, ഒരു വഴിയും വരാത്തപ്പോ അവള് തിരിച്ച് ഇവിടേക്ക് തന്നെ വരേണ്ടി വരും. ഹാനെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് അയാളോട് പറയുന്നുണ്ട്. ഇവിടെ ഹാനം ആ ഒരു കേസൊക്കെ കേട്ടിട്ട് എനിക്ക് കേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോ അവിടെയുള്ളവരെല്ലാരും ദേഷ്യത്തോടെ നോക്കുന്നത് കാണുമ്പോ അവളും കുറച്ച് കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. എനിക്കിതിന് തെളിവുകൾ ആവശ്യമാണ്. ഈ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പോലീസുകാരെങ്ങാനും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. 5 വർഷമെങ്കിലും ജയിലിലേക്ക് കിടക്കേണ്ടതായിട്ട് വരും. ഇവളും റെസ്റ്റ് റൂം എവിടെയാണെന്ന് അവരോട് ചോദിക്കുമ്പോ അവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവളോടേക്ക് വന്നിട്ട് ഇവൾക്കറിയാവുന്ന പോലീസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അത് കേൾക്കുമ്പോ അവനും അത് ഫ്രോഡ് കമ്പനിയാണ് എന്നൊക്കെ പറയുമ്പോ അവളും എന്റെ കയ്യിൽ അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അവരും വരാമെന്ന് അവളോട് പറയുന്നുണ്ട്. അവളും ആ ഒരു കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിലിരിക്കുന്നതാണ് ശരിക്കുള്ള തെളിവ്. പോലീസ് ഇവിടെ എത്തുമെന്ന കോൺഫിഡൻസില് അവളും നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിരിക്കുകയാണ്. അവരുടെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണിത്. ഇതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി വിക്ടിംസിന് പണവും തിരികെ കൊടുക്കണം. അയാളും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. അവളും പോലീസാണ് ഇവിടെ വരുന്നത്, ജയിലിൽ കിടക്കാൻ റെഡി ആയിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസിന് പകരം അവിടേക്ക് വരുന്നത് ഷിന്നാണ്. നിനക്കിങ്ങനെ ഈ സ്ഥലം അറിയാം, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവനോട് പറയുന്നുണ്ട്. ഇത് ഗാങ്സ്റ്റേഴ്സ് ആണ് എന്നൊക്കെ പറയുമ്പോ അവളും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവളുടെ കയ്യില് അവരെ കൊടുക്കാനുള്ള തെളിവ് ഉണ്ടായിരുന്നു. ഇവരോടുമ്പോ ആ ഗുണ്ടകളും ഇവരുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. ഇവരും ഒരിടത്ത് വന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട്. അവര് ഇത്രയും അപകടം പിടിച്ച ടീംസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനാനും നിങ്ങളാണോ എന്റെ നമ്പർ കൊടുത്തത്? അതിനവനും ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ പണി പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും പോലീസുകാരും കൂട്ടി ഇവിടെ വന്നുകൂടായിരുന്നോ? പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് വന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഓർത്തിട്ട് ഓടി വന്നതാണ്. അക്കാര്യം ഞാൻ ഓർത്തില്ല. ഗുണ്ടകളും ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവർ ഓടുന്നു. ഓടി ഓടി ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയം ഇവർക്ക് ഒരിടത്തും രക്ഷപ്പെടാനാവുന്നില്ല. ഗുണ്ടകളും മര്യാദയ്ക്ക് ആ ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുമ്പോ ഷിനും ഡോക്യുമെന്റ്സോ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവളും ഇത് അവർക്കെതിരായിട്ടുള്ള തെളിവുകളാണ്. ഗുണ്ടകളും ഇവര് പിടിക്കാനായിട്ട് വരുന്ന സമയം ഇവളും നോക്കുമ്പോ ഇവര് നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ സമരക്കാര് നിൽക്കുന്നുണ്ട്. എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകളെല്ലാം ഞാൻ താഴേക്കിടും എന്ന് പറയുമ്പോ അവരും അങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞ് അവളോട് കെഞ്ചുന്നുണ്ട്. പക്ഷെ ആ സമയം കാറ്റടിച്ചിട്ട് ആ എല്ലാ പേപ്പറും തിരികെ ആ ഓഫീസിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. ഇവർക്കും
എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഇല്ലെന്നാണ് പറയുന്നത്. ഷിന്നിനെ അവരും എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഹാനും ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരും അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. ഷിന്നിനാണെങ്കിൽ ഒരുപാട് അടി കിട്ടുന്നുണ്ട്. അത് കണ്ടിട്ട് ഹാനും അത് തടയുന്നുണ്ട്. ആ സമയം പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഹാനും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നവനോട് ചോദിക്കുന്നുണ്ട്. അവൾ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്? ഇവിടെ സുപ്പീരിയറിനോടും നടന്ന കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്. ഹാന് ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോ അയാളും ഷിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അയാളാണ് അവളെ രക്ഷിച്ചത്. ഇത് കേൾക്കുമ്പോ സുപ്പീരിയറിനും ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇയാൾക്ക് ഹാനോട് ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട്. ശിഷ്മാനും ഷിന്നിനെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വരുന്നുണ്ടെങ്കിലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവന്റെ വീടിനടുത്തേക്ക് അവളും പോകുന്നുണ്ട്. അങ്ങനെ വഴി വെച്ച് അവനെയും കാണുന്നുണ്ട്. ആ ഒരു സഹോദരിയുടെ മകളും കൂടെ ഉണ്ടായിരുന്നു. അവളും ഹാനെ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നത്, എന്റെ ഒരു കൂട്ടുകാരി ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാണ്, എനിക്ക് പോണെന്ന് പറഞ്ഞ് അവന് ബെസ്റ്റ് ഓഫ് ലക്കും കൊടുത്ത് അവള് പോകുന്നുണ്ട്. നീ എന്തിനിപ്പോ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവനും ചോദിക്കുന്നുണ്ട്. ശേഷം ഹാനോട് സംസാരിക്കുന്നുണ്ട്. അവന്റെ കൈക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഹാനും നിങ്ങൾക്ക് പോണമെങ്കിൽ പോകാം, നിങ്ങളുടെ മകള് വീട്ടില് നോക്കിയിരിക്കില്ലേ? അത് കേട്ട് ഷിന്നും അതിന്റെ മകളൊന്നുമല്ല, സഹോദരിയുടെ മകളാണ്, അവനാണെങ്കിൽ എടുത്ത് കഴിക്കാനൊന്നും സാധിക്കില്ല. അവളും അത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഹാനും നിങ്ങൾക്ക് ക്ലയൻസ് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുമ്പോ അവനും ഇല്ലെന്നാണ് പറയുന്നത്. അതിന് അവളും അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലയൻസിനെ എടുത്തൂടെ, മറ്റാർക്കും കാണാൻ പറ്റാത്ത ക്ലയൻസിന്? അതിനവനും എനിക്കിപ്പോ അവരെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹാനും അവളുടെ കാര്യങ്ങൾ പറയുന്നത്. എന്റെ സഹോദരിയുടെ ആഗ്രഹമാണ് ഒരു ലോയർ ആകുക എന്നുള്ളത്. ഒരു ദിവസം ഞാൻ അവളും കൂടി നടന്നു പോകുന്ന സമയം ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെയും റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം ഇവളെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ വരുന്നുണ്ട്. ഇത് കണ്ട സഹോദരി ഇവളെ പിടിച്ചു മാറ്റുമ്പോ അവളെയും കാർ ഇടിക്കുന്നുണ്ട്. അവളും മരിച്ചു പോകുന്നു. അവളുടെ സ്വപ്നമായിരുന്നു ഒരു വക്കീലാവുക എന്നുള്ളത്. അതുകൊണ്ട് ഇവളുടെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് സഹോദരിയുടെ സ്വപ്നമായ വക്കീൽ എന്നുള്ള ആ ഒരു ജോലി ഇവളും ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ കാരണമാണ് അവള് മരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തപ്പെട്ടത്. നിങ്ങളുടെ സഹോദരി നിങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവാം. ഇവളും കുടിച്ചിട്ട് വല്ലാതെ വീക്കായി പോയിട്ടുണ്ടായിരുന്നു. അവനും അവളെ ഒരു ടാക്സിയിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നുണ്ട്. ഡ്രൈവർ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാളെ കാണുമ്പോ ഷിന്നിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഹാൻഡ് കൂടെ ഷിന്നും പോകുന്നുണ്ട്. അവനും അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. ഇവനും പ്രേതങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവന് ഒരു കേസും വരുന്നുമില്ല, മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രേതങ്ങളെ വീണ്ടും കാണാമെന്ന് അവനും തീരുമാനിക്കുന്നുണ്ട്. അവനും ഓഫീസിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന വാൾപേപ്പർ എല്ലാം തന്നെ മാറ്റുന്നുണ്ട്. ഇവനും ആ ഒരു അഗർബത്തി കത്തിച്ചു വെച്ചിരിക്കുന്നത് ശ്വസിക്കുന്നത് കൊണ്ടാണ് ആദ്യമേ തന്നെ ഇവന് പ്രേതത്തെ കാണാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ അഗർബത്തി അവനെടുത്ത് കത്തിക്കുന്നുണ്ട്. ആ സമയം ഇവനും ബോധം പോകുന്നുണ്ട്. ആ സമയം ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇവനും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ആ നക്ഷത്രങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ എന്നൊക്കെ അവളും പറയുമ്പോ ഷിന്നും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഒരാൾ വന്നല്ലോ, പക്ഷെ അവളുടെ കാല് നിലത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. വിളിപ്പേരെ ഇതാണോ മനുഷ്യനാണോ എന്ന് അവനും മനസ്സിലാകാതെ അവളെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവനും ഹാൻഡ് വീട്ടിൽ പോയിരുന്ന സമയം അവിടെ ചുവരില് ഇവളുടെ സഹോദരിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇവനും കണ്ടിട്ടുണ്ടായിരുന്നു. ഹാനിന്റെ സഹോദരിയാണ് പ്രേതമായി ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.